ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന മുന്നണികൾ. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനിറക്കിയാണ് UDF കളം പിടിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജില്ലയിൽ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ജില്ലയിലുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥികളെ നേരിട്ട് വോട്ടർമാരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് LDF നടത്തുന്നത്. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, അങ്ങനെ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. എങ്ങനെ എവിടെ വരെ എത്തി നിൽക്കുകയാണ് ഈ പ്രചാരണമൊക്കെ? എല്ലാ മുന്നണികളും സജീവമായി തന്നെ നമുക്കറിയാം കളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇന്ന് താരപ്രചാരകരായി ആരൊക്കെയാണുള്ളത്? തീർച്ചയായും അമൃത, ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഒരു റൗണ്ട് വീടുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടം വീണ്ടും ഗൃഹസന്ദർശനത്തിനായി സ്ഥാനാർത്ഥികൾ എത്തുന്ന സമയമാണിത്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്റ്റാർ പ്രചരണ നേതാക്കളെ, മുതിർന്ന നേതാക്കളെ അടക്കം ഫീൽഡിൽ ഇറക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ പരിപാടി 11 മണിക്ക് അണക്കരയിൽ വെച്ചായിരിക്കും പങ്കെടുക്കുക. അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി VD സതീശൻ വോട്ട് അഭ്യർത്ഥിക്കും എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ഇടുക്കി ജില്ലയിലുണ്ട്. തൊടുപുഴയിൽ വൈകുന്നേരം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹവും വോട്ട് അഭ്യർത്ഥിക്കും. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു വലിയ താരപ്രചാരകരെ ഒന്നും ഇറക്കി പ്രചാരണം നടത്തുന്ന രീതിയില്ല. പകരം സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും അതത് വോട്ടർമാരിലേക്ക്, ഓരോ മേഖലയിലെയും വോട്ടർമാരിലേക്ക് നേരിട്ടെത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടിയാണ് LDF സംഘടിപ്പിക്കുന്നത്. ഉള്ളത് ഇവിടെ മുട്ടം പഞ്ചായത്തിലാണ്. മുട്ടം പഞ്ചായത്തിലെ 7ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള വിഷ്ണു സജിയാണ് നമുക്ക് കൂടെ ഉള്ളത്. വിഷ്ണു ഒരു മുൻ സൈനികന് കൂടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് പോകുന്ന പ്രചരണ പരിപാടികളൊക്കെ? പ്രചരണം കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്. എങ്ങനെയാണ് സൈനികനിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്കുള്ള ഒരു മാറ്റം? ഇല്ല, മാറ്റം വെച്ചാൽ സൈനികം നമ്മൾ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പം വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സേവനം എല്ലാം ഒരുപോലെ തന്നെ കാണുന്നു. സൈനികനാണെങ്കിലും കഴിഞ്ഞ തവണയും മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണത്തെ മത്സരത്തെ കുറിച്ചൊന്ന് പറയാം. കഴിഞ്ഞ തവണ നല്ല മത്സരമായിരുന്നു. അന്ന് ഒരു വോട്ടിനാണ് തോറ്റുപോയത്. അപ്പം ഇത്തവണ വന്നപ്പോൾ എല്ലാവർക്കും ഒരു വാശിയുണ്ട്, ജയിപ്പിച്ചെടുക്കണം. ആ ഒരു വോട്ടിനാണല്ലോ തോറ്റെന്നുള്ളൊരു ഇതുണ്ട്, സിമ്പതി എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ നല്ലൊരു പ്രതികരണമാണ്. ഇത്തവണ ഒരുപാടും ജയിച്ചു വരണം എന്നുള്ളൊരു ഇതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് ജോസഫ് വിഭാഗത്തിന്റെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ജോസഫിനെ സംബന്ധിച്ച് ജോസഫിന്റെ ഒരു തട്ടകമാണ് തൊടുപുഴ നിയോജനം എന്ന് പറഞ്ഞത്. ജോസഫ് MLA ആയിരിക്കുന്ന തൊടുപുഴ നിയോജനത്തിലെ 12 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഇത്തവണ UDF നേടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സമാനമായ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. 2010 തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ അന്ന് 15 ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ 15-ൽ 15ഉം UDF നേടി. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8ഉം മികച്ച വിജയം നേടിയത് UDF ആണ്. 52 പഞ്ചായത്തിൽ 42 പഞ്ചായത്ത് UDF നേടുകയുണ്ടായി. അതിനപ്പുറം നേട്ടമുണ്ടാവും. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ 17 സീറ്റുണ്ട്. 17-ൽ 17ഉം പിടിക്കും. 8 ബ്ലോക്കും സമാനതകളില്ലാത്ത തിളക്കമാർന്ന വിജയമായിരിക്കും. തീർച്ചയായും ആ നിലയിലാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിർണായകമായ പോരാട്ടമാണ്. പൊതുവിൽ UDFന് അനുകൂല സാഹചര്യമുള്ള ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണ LDF വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിൽ 10 ഡിവിഷനുകളും LDF പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. 6 ഡിവിഷനുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. അത് ഇത്തവണ മാറ്റിമറിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് UDFന്റെ പ്രവർത്തനം നടക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടം വീടുകളിലേക്ക് എത്തുകയാണ്. അവർ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുകയാണ്.